കേരളം അക്രമികളുടെയും കൊലയാളികളുടെയും നാടായി മാറുകയാണ്. യുവാക്കൾ കൊലക്കത്തിയും ആയുധങ്ങളും കയ്യിലെടുക്കാനുള്ള കാരണം എന്താണ്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരാണോ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ? ഓരോ ദിവസങ്ങളിലും പുറത്തുവരുന്ന കൊലക്കേസുകളും അക്രമങ്ങളും പരിശോധിച്ചാൽ അതിൽ പ്രതികളാകുന്നത് ലഹരിക്കടിമകളായ ചെറുപ്പക്കാരാണ്. ചെറിയ വാക്കുതർക്കങ്ങളിൽ നിന്ന് തുടങ്ങുന്ന പ്രശ്നങ്ങൾ പിന്നീട് ചോരക്കളമാകുന്ന കാഴ്ചകൾ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസും കോഴിക്കോട് കൊടുവള്ളിയിലെ ഗുണ്ട ആക്രമണവും ആശങ്കയോടെയാണ് കാണേണ്ടത്. ഈ നാടിൻ്റെ പോക്ക് എത്രത്തോളം അപകടത്തിലേക്കാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ബാറുകളിൽ പതിവായി മദ്യപിക്കാൻ പോകുന്നവരാണോ നിങ്ങൾ? അവിടെ എത്തുമ്പോൾ ചുറ്റുപാടുമൊന്ന് നിരീക്ഷിക്കണം. വാക്കുതർക്കവും കയ്യാങ്കളിയും സംഘർഷങ്ങളും പതിവ് കാഴ്ചയാണ്. ഇത്തരം ചെറിയ പ്രശ്നങ്ങളാണ് പിന്നെ കൊലപാതകത്തിലേക്ക് പോലും വഴിമാറുന്നത്. കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ നിയന്ത്രിക്കുന്നത് സ്വന്തം മനസ്സോ ചിന്തകളോ ആയിരിക്കില്ല. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബാറിൻ്റെ വാക്കുതർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത്. കിള്ളിയിൽ സ്വദേശി രാഹുലിനെ താക്കോൽ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പനയങ്കോട് സ്വദേശി രാഹുൽ അജികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഒളിവിലുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ബൈക്ക് വിൽപ്പനയെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. രാത്രി 11 മണിയോടെ കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപമാണ് സംഭവം. 2 ദിവസം മുമ്പ് കാട്ടാക്കടയിലെ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് രാത്രി കിള്ളിയിൽ രാഹുലും മറ്റൊരാളും തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. ഇതിനിടയിലാണ് രാഹുലിന്റെ വാരിയലിന് സമീപത്തായി താക്കോൽ കൊണ്ട് കുത്തേൽക്കുന്നത്. കുത്തേറ്റതിനു ശേഷവും രാഹുൽ അവിടെ തന്നെ തുടർന്നിരുന്നു. തന്നെ ആരോ കുത്തിയെന്നും രാഹുൽ നാട്ടുകാരോട് പറയുകയും ചെയ്തു. തുടർന്ന് ശ്വാസതടസ്സം ഉൾപ്പെടെ നേരിട്ടതോടെ നാട്ടുകാർ ഇയാളെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താക്കോൽ തുളച്ചുകയറി ആന്തരികാവയവങ്ങൾക്ക് സാരമായി പരുക്കേറ്റതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന പനയങ്കോട് സ്വദേശിയായ യുവാവിനെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ അജികുമാർ എന്നയാളാണ് പിടിയിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഉസ്മാൻ എന്നയാൾക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങി. മരണപ്പെട്ട യുവാവിനെ ആരാണ് കുത്തിയത് എന്ന് വ്യക്തമായിട്ടില്ല. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനു ശേഷം ഇരുവരും കിള്ളിയിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ശ്രീകുട്ടൻ എന്ന വ്യക്തിക്ക് രാഹുൽ തന്റെ ബൈക്ക് വിൽപ്പന നടത്തിയിരുന്നു. 10,000 രൂപയ്ക്കാണ് വിൽപ്പന ഉറപ്പിച്ചത്. ഇതിൽ 6,000 രൂപ മാത്രമാണ് ലഭിച്ചത്. ബാക്കിയുള്ള 4,000 രൂപ കിട്ടുന്നതിനായി ഇയാൾ ശ്രീകുട്ടനെ ഫോണിൽ വിളിച്ചു. ശ്രീകുട്ടന്റെ സഹോദരിയാണ് ഫോൺ എടുത്തത്. സഹോദരിയോട് രാഹുൽ അജികുമാർ മോശമായി സംസാരിച്ചു. ഈ വിവരം ശ്രീകുട്ടന്റെ സഹോദരി രാഹുലിനോട് പറഞ്ഞു. ഇതറിഞ്ഞ രാഹുൽ അജികുമാറുമായും സുഹൃത്ത് ഉസ്മാനുമായും സംസാരിക്കാനെത്തി. ഇതിനിടെയാണ് താക്കോൽ കൂട്ടം കൊണ്ടുള്ള കുത്ത് രാഹുലിനേൽക്കുന്നത്. താക്കോൽ കൂട്ടത്തിനിടയിൽ പേന കത്തി ഉണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 കാട്ടാക്കട. കേരളത്തിലെ തെരുവുകൾ ഇപ്പോൾ ചോരക്കളമാവുകയാണ്. ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾ അക്രമം അഴിച്ചുവിടുന്ന കാഴ്ച. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച ദൃശ്യങ്ങൾ ഈ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് തുറന്നു കാട്ടുന്നത്. കൊടുവള്ളിക്ക് സമീപം വട്ടോളിയിൽ വിവാഹ ആവശ്യത്തിനായി ചപ്പാത്തി വാങ്ങാനെത്തിയ പന്നൂർ സ്വദേശികളായ 3 യുവാക്കളെയാണ് 25ഓളം വരുന്ന സംഘം മർദ്ദിച്ചത്. ആക്രമണത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. സംഭവത്തിൽ വട്ടോളി സ്വദേശി സഫീർ, താമരശ്ശേരി സ്വദേശി അൻസിഫ് എന്നിവരുൾപ്പെടെ കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തു.
വിവാഹ വീട്ടിലേക്ക് ചപ്പാത്തി വാങ്ങാനായി വട്ടോളിയിലെ ചപ്പാത്തി കമ്പനിയിൽ എത്തിയതായിരുന്നു പന്നൂർ സ്വദേശികളായ EK മുഹമ്മദ് റാസിഖ്, ഇഷാം മുഹമ്മദ്, സാദത്ത് അലി എന്നിവർ. വൈകിട്ട് ചപ്പാത്തി കമ്പനിയിലെത്തിയ യുവാക്കളെ 10ഓളം വരുന്ന സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. പയ്യന്നൂർ സ്വദേശികളാണോ എന്ന് ചോദിച്ചെത്തിയ സംഘം തങ്ങൾ തിരയുന്ന വ്യക്തിയുടെ ഗ്യാങ്ങിൽപ്പെട്ടവരാണോ എന്ന് ചോദിച്ചായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു മർദ്ദനം. നമ്മളൊരു പ്രകോപനവും ഇല്ലാതെ ഏകദേശം ഒരു 10 പേരടങ്ങുന്ന സംഘം നമ്മളെ വന്ന് ആക്രമിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയില്ല. അൽക്കോബൈക്കിൻ്റെ CCTV ഫുട്ടേജ് ലഭ്യമാണ്. അത് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ആദ്യ റൗണ്ട് ഇങ്ങനെ ആക്രമണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേറൊരു 15 ആൾക്കാർ വന്നിട്ട് പിന്നെയും ആക്രമിക്കുകയാണ് ചെയ്തത്. ഓരോ കയ്യിൽ ഒരുപാട് മാരകായുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തലക്കും അതുപോലെ നെറ്റിയിലൊക്കെ പരിക്ക് പറ്റിയിട്ടുള്ളത്. ആ സമയത്ത് ഒരു വന്നിട്ട് നമ്മളെവിടെയോ കണ്ട് പരിചയമുണ്ട്, നിങ്ങൾ ആ ഒരു ഗ്യാങ്പ്പെട്ട ആൾക്കാരല്ലേ എന്ന് വെച്ച് ആക്രമിക്കാനുണ്ടായിട്ടുള്ളത്. ആദ്യ സംഘത്തിന്റെ അക്രമം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ 15ഓളം വരുന്ന മറ്റൊരു സംഘം സ്ഥലത്തെത്തി. പരിക്കേറ്റ് നിന്നിരുന്ന യുവാക്കളെ ഇവർ വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു. ഹെൽമറ്റ് കൊണ്ടുള്ള അടിയേറ്റ് റസാക്കിന്റെ തലയിൽ ആഴത്തിൽ മുറിവുണ്ടായിട്ടുണ്ട്. തലഭാഗത്ത് സ്റ്റിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മുറിയുണ്ട്, വലിയ ആഴത്തിലുള്ള ഒരു മുറിയുണ്ട്. പിന്നെ എന്തിനാണ് ആക്രമിച്ചതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവരാരാന്നും എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. സമീപത്തെ ബേക്കറിയിലെ CCTV ക്യാമറയിൽ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ എളേറ്റിൽ വട്ടോളി സ്വദേശി സഫീർ, താമരശ്ശേരി കാരാടി സ്വദേശി അൻസിഫ് എന്നിവരുൾപ്പെടെ കണ്ടാലറിയുന്നവർക്കെതിരെ കൊടുവള്ളി പോലീസ് കേസെടുത്തു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല. അക്രമികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങളിൽ പലരും മരണഭയത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഏത് സമയവും ആക്രമണമോ കൊലപാതകമോ ഉണ്ടാകാം. കായംകുളം സ്വദേശി ഷാമോൻ എന്ന ഗുണ്ടാ നേതാവിനെ ആ മരണഭീതിയാണ് കൊലയാളിയാക്കി മാറ്റിയത്. കരുനാഗപ്പള്ളിയിലെ ആലുവ അതുൽ കൊലക്കേസിലാണ് നിർണായകമായ വെളിപ്പെടുത്തൽ. അതുൽ തന്നെ കൊല്ലുമോ എന്ന ആശങ്കയും പണപ്പിരിവ് നടത്തി കൊലപാതകത്തിന് സഹായം ചെയ്തു കൊടുത്തെന്നാണ് ഷാമോന്റെ മൊഴി. കൊല്ലപ്പെട്ട ആലുവ അതുലും ഷാമോനും തമ്മിൽ വിദ്വേഷമുണ്ടായിരുന്നു. കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആലുവ അതുൽ കൊലക്കേസിൽ കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ 2 പ്രതികളെയും തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി. കായംകുളം സ്വദേശി ഷാമോൻ, നീണ്ടകര സ്വദേശി അൻഷാദ് എന്നിവരെയാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചെന്നാണ് സൂചന. കേസിലെ പ്രധാന പ്രതിയായ ഷാമോൻ കൊലപാതകത്തിന് സാമ്പത്തിക സഹായവും വാഹനവും ഒരുക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കൊലയാളി സംഘത്തിന് രക്ഷപ്പെടാൻ വാഹനങ്ങൾ നൽകിയത് അൻഷാദാണെന്നും പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ട ആലുവ അതുലും ഷാമോനും തമ്മിൽ വിദ്വേഷമുണ്ടായിരുന്നു. അയാൾ തന്നെ കൊല്ലുമെന്ന് സുഹൃത്തുക്കളോട് ഷാമോൻ പറഞ്ഞിരുന്നതായി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിൽ പ്രധാന പ്രതികൾ ഗൂഢാലോചന നടത്തിയതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനിടയുണ്ടെന്നും കരുനാഗപ്പള്ളി ASP C. ജോൺ അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. മക്കൾ വഴിതെറ്റിപ്പോയാൽ അവരെ തിരുത്താനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. എന്നാൽ ഇക്കാലത്ത് മക്കളുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന ചില അച്ഛനമ്മമാരെ കാണാം. കൊല്ലം പുനലൂരിൽ ലൈംഗിക പീഡനം നടത്താൻ മകൻ ഒത്താശ ചെയ്തത് ഒരമ്മയാണ്. കൈകുട്ടിക്കളി പരിശീലനത്തിനായി വീട്ടിലെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെയും അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ സ്വദേശി ചിക്കുരാജ്, അമ്മ മിനി എന്നിവരാണ് പിടിയിലായത്. വിവരം പുറത്തു പറയുമെന്ന് പെൺകുട്ടിയെ അമ്മ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ഒടുവിൽ സ്കൂൾ കൗൺസിലിംഗിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്.
കൈകൊട്ടിക്കളി പരിശീലനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി ചിക്കുരാജിനെ അതിവിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. പീഡനത്തിന് ഒത്താശ ചെയ്ത രണ്ടാം പ്രതിയായ അമ്മ മിനിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൈകൊട്ടിക്കളി സംഘത്തിലെ അംഗമായ പെൺകുട്ടിയെ ഗ്രൂപ്പ് കോർഡിനേറ്ററായ മിനിയുടെ മകൻ ചിക്കുരാജ് പുനലൂരിലെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. 2025 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിവരമറിഞ്ഞ പ്രതിയുടെ മാതാവ് മിനി കുട്ടിയുടെ വാടക വീട്ടിലെത്തി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. സംഭവം പുറത്തു പറയരുതെന്നായിരുന്നു ഭീഷണി. കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം കണ്ടതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന വിവരം പുനലൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികൾക്കെതിരെ പോക്സോ നിയമം, ബാലാവകാശ സംരക്ഷണ നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്നും പുനലൂർ ASP അപർണ IPS പറഞ്ഞു. ഈ കേസിലെ 2 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ചിക്കുരാജ് എന്നുള്ള പ്രതിയാണ് A1, A2 അവരുടെ അമ്മയായിട്ടുള്ള മിനിയായിരുന്നു. നമ്മൾ 1-ാം തീയതി തന്നെ ഈ മിനിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ചിക്കുരാജ് ഒളിവിൽ പോവുമായിരുന്നു. നമ്മൾ ഇത്രയും ദിവസം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാള് അന്വേഷണത്തിൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ളതായിട്ടും അവിടെ പല സഹായികളുടെയും കൂടെ താമസിച്ചതായിട്ടും അറിയൽ കിട്ടി. അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പകലാണ് ഇയാളെ നമ്മളൊരു പോലീസ് ടീം പോയിട്ട് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡിലായിട്ടുണ്ട്. സംഭവത്തിന് ശേഷം പ്രതി ചിക്കുരാജ് ഒളിവിൽ പോവുകയായിരുന്നു. അന്യസംസ്ഥാനത്തേക്ക് കടന്നു എന്ന സൂചനയെ തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ ചെന്നൈയിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. സ്കൂളുകളിൽ കുട്ടികളെ വടികൊണ്ട് അടിക്കുകയോ മോശമായി ശകാരിക്കുകയോ ചെയ്തതെന്ന് കർശനമായ നിർദ്ദേശമുള്ള നാടാണിത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ വടി കാണിച്ച് പേടിപ്പിക്കുക പോലും ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. തിരുവനന്തപുരം കാച്ചാണിയിൽ 3 വയസ്സുകാരിയെ അംഗൻവാടി ടീച്ചർ മർദ്ദിച്ച സംഭവം അതീവ ഗൗരവത്തോടെ കാണണം. അംഗൻവാടിയിൽ മൂത്രമൊഴിച്ചെന്ന് ആരോപിച്ചാണ് കുട്ടിയുടെ കാലിൽ ചൂരൽ കൊണ്ടടിച്ചത്. രക്ഷകർത്താക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. എന്നാൽ കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ടീച്ചറുടെ വാദം. ഈ മാസം 21-നാണ് സംഭവം. അങ്കണവാടിയിൽ നിന്ന് വീട്ടിലെത്തിയ കുട്ടി അമ്മയോട് ടീച്ചർ അടിച്ച വിവരം പറഞ്ഞു. ആദ്യം അമ്മ ഗൗരവമായി എടുത്തില്ല. പിന്നീട് കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ് കാലിൽ അടിയേറ്റ പാടും നീരും കണ്ടത്. കുഞ്ഞ് അംഗൻവാടി വിട്ടിട്ട് വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ സുഖമില്ലാതെ കിടന്നുകൊണ്ട് ഞാൻ അപ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആ മോള് തന്നെ വന്ന് പറഞ്ഞു, അമ്മ ടീച്ചർ എന്നെ അടിച്ചു, ഇച്ചി ഒഴിച്ചതിന് ടീച്ചർ എന്നെ ചൂരലെടുത്ത് അടിച്ചു എന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പം എല്ലാ ദിവസവും അംഗൻവാടി പോയിട്ട് വന്നിട്ട് അമ്മ ടീച്ചർ അടിച്ചു എന്ന് പറയും. അപ്പം ആദ്യമൊക്കെ നിസ്സാരമായിട്ട് ചിലപ്പോൾ വഴക്ക് പറഞ്ഞതിനായിരിക്കണം അടിച്ചതെന്ന് പറയുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം കുളിപ്പിക്കാൻ പിടിച്ചപ്പോഴത്തേനും കാലിന് മുട്ടിൻ്റെ മുകളിൽ നല്ല തരത്തിൽ നീലിപ്പ്, സാറിന് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത്രയും നല്ല നീലിപ്പുണ്ടായിരുന്നു. അധ്യാപികയ്ക്കെതിരെ നേരത്തെയും പരാതി ഉണ്ടെന്ന കുട്ടിയുടെ മുത്തശ്ശി. വനിതാ ശിശുക്ഷേമ വകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദസഞ്ചാര മേഖലകളിൽ ടാക്സി ഡ്രൈവർമാർ തമ്മിൽ വഴക്കും കയ്യാങ്കളിയും ഇപ്പോൾ നിത്യസംഭവമാണ്. വിദേശ സഞ്ചാരികളെ കൊണ്ടുപോകുന്നതിനെ ചൊല്ലിയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ ടാക്സി ഡ്രൈവറെ ആക്രമിക്കുകയും വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതായി പരാതി. കാർ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ വർക്കല പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്.
വർക്കല ചെമ്മരുതി സ്വദേശി സെൻ സുരേഷ് ഓടിച്ചിരുന്ന ടാക്സിയാണ് ആക്രമിക്കപ്പെട്ടത്. വർക്കല ഹെലിപ്പാഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ടാക്സി ഡ്രൈവർമാരാണ് ആക്രമിച്ചത് എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം ഹെലിപ്പാഡ് പ്രദേശത്തു നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്നതിനായി വിദേശ വനിതകൾ ടാക്സി ബുക്ക് ചെയ്തിരുന്നു. ഡ്രൈവർ സ്ഥലത്തെത്തി യാത്രക്കാരെ വാഹനത്തിൽ കയറ്റിയതിനു പിന്നാലെ ഒരു സംഘം എത്തി വാഹനം തടഞ്ഞു നിർത്തി. പിന്നാലെ ഡ്രൈവറെ അസഭ്യം വിളിക്കുകയും യാത്ര പോകാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് സംഘം ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ 3-ാം തീയതി ഞാൻ ഇതേണക്ക് ഫോറിനേഴ്സ് എന്നെ വിളിച്ചിട്ട് ഞാൻ ഹെലിപ്പാഡിൽ ചെന്നിട്ട് ഗസ്റ്റിനെ പിക്ക് ചെയ്തപ്പം ഇത് കണക്ക് അവിടെയുള്ള കുറേ ടാക്സി ഡ്രൈവർമാർ വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഇത് എടുക്കാൻ പറ്റത്തില്ല. ഗസ്റ്റ് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഹോട്ടലിനടുത്ത് നിന്നപ്പോഴത്തേക്ക് അവർ പിക്കപ്പിന് വിളിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിയൊക്കെ പറഞ്ഞു എന്നെ ഗസ്റ്റ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം അതല്ല ഇതിൻ്റെ പ്രശ്നം. അവരെൻ്റെ വണ്ടിയിൽ അള്ളു വയ്ക്കുകയും ആലപ്പുഴ പോണ റൂട്ടിൽ ഈ ഗസ്റ്റിനെ എടുത്തുകൊണ്ട് ആലപ്പുഴയാണ് പോകാനുള്ളത്. ആലപ്പുഴ പോണ റൂട്ടിൽ ഈ അള്ളു വെച്ചത് കൊണ്ട് 3 പോയിന്റ് പൊത്ത് കയറിയപ്പോഴത്തേക്ക് ടയർ അടിച്ച് പോയി വണ്ടി വഴിയിൽ കട്ടൗട്ട് ചെയ്ത് വണ്ടി പോയി. തുടർന്ന് വാക്കുതർക്കം ശക്തമായതോടെ യാത്ര തുടരാൻ ശ്രമിച്ച വാഹനത്തിന്റെ പിൻടയറിൽ അള്ളുവെച്ചതായി ഡ്രൈവർ ആരോപിക്കുന്നു. യാത്രാമധ്യേ ടയർ പൊട്ടിത്തെറിച്ചതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയായി. ഭീതിയിലായ വിദേശ വനിതകൾ നിലവിളിച്ചെന്നും വൻ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായെന്നും അവർ പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഡ്രൈവർ വർക്കല ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ടൂറിസം മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടികൾ വേണമെന്ന ആവശ്യവും ഉയരുകയാണ്. ന്യൂസ് 18 വർക്കല. സമൂഹ മാധ്യമങ്ങളിലൂടെ സൗഹൃദം നടിച്ച് പെൺകുട്ടികളെയും സ്ത്രീകളെയും പല രീതിയിൽ ചൂഷണം ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് അപരിചിതരായ ആളുകൾ സൗഹൃദം കൂടാനെത്തിയാൽ അല്പം ശ്രദ്ധയും ജാഗ്രതയും വേണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ കെണിയിൽപ്പെട്ടേക്കാം. കൊല്ലം പുനലൂർ സ്വദേശിനിയായ പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ഒരു യുവാവ് എങ്ങനെയാണ് ചതിയിൽപ്പെടുത്തിയതെന്ന് പരിശോധിക്കാം. പുനലൂരിലെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി കാക്കവയൽ സ്വദേശി യദു കൃഷ്ണനാണ് പിടിയിലായത്. ഈ മാസം 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇളമ്പൽ സ്വദേശിയായ യുവതിയുടെ വീട്ടിലെത്തിയ യദു കൃഷ്ണൻ സംസാരിച്ചിരിക്കെ കുടിക്കാൻ വെള്ളം ചോദിച്ചു. അതിനിടെ വെള്ളവുമായി വന്ന യുവതിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. ഇതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ഫോട്ടോയും ഫോൺ നമ്പരും ശേഖരിച്ച പോലീസ് പ്രതിക്ക് വേണ്ടി വ്യാപകമായി തിരച്ചിൽ നടത്തി. ഒടുവിൽ താമരശ്ശേരിയിലെ വീട്ടിലെത്തിയാണ് പ്രതി യദു കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുന്നിക്കോട് SHO രാജീവിന്റെ നേതൃത്വത്തിൽ SIമാരായ വിനോദ്, സാബു, ബിനീഷ് പാപ്പച്ചൻ, അനിൽ, രേഷ്മ എന്നിവരുടെ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 പുനലൂർ. ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നവർ എപ്പോഴും വിശുദ്ധിയോടെ ജീവിക്കേണ്ടവരാണ്. എന്നാൽ ഇക്കാലത്ത് അങ്ങനെ നന്മയുള്ള മനുഷ്യരെ കണ്ടെത്താൻ അല്പം പ്രയാസമല്ലേ? മലപ്പുറം തിരൂരിൽ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തി നിലവിളക്കും സ്വർണ്ണപ്പൊട്ടും മോഷ്ടിച്ച ഒരു പൂജാരിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ചാലിയാറിലെ 2 ക്ഷേത്രങ്ങളിൽ താൽക്കാലിക പൂജാരിയായി എത്തിയാണ് ഇയാൾ മോഷണം നടത്തിയത്. കേസിൽ ചുങ്കത്തറ സ്വദേശി അതുൽ കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലിയാറിൽ 2 ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായി എത്തി ക്ഷേത്രങ്ങളിലെ ഭഗവാന്റെ വസ്തുക്കൾ മോഷ്ടിച്ച
വിൽപ്പന നടത്തിയ കേസിലാണ് പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലിയാർ പണപ്പൊയിൽ കൊമ്പൻകല്ല് മഹാദേവ ക്ഷേത്രത്തിലും അകമ്പാടത്തെ പൊക്കോടുള്ള കിരാതമൂർത്തി ക്ഷേത്രത്തിലുമായിരുന്നു മോഷണം. സംഭവവുമായി ബന്ധപ്പെട്ട ചുങ്കത്തറ സ്വദേശി അതുൽ കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊമ്പൻകല്ല് ക്ഷേത്രത്തിൽ നിന്ന് നിലവിളക്കും കിരാതമൂർത്തി ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠയിൽ നിന്ന് സ്വർണ്ണ പൊട്ടുമാണ് അതുൽ മോഷ്ടിച്ചത്. ഇടക്കാല പൂജാരിയായി എത്തിയാണ് രണ്ടിടത്തും അതുൽ മോഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 29-നാണ് കൊമ്പൻകല്ല് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞ നട തുറന്ന മാർച്ച് 29-ന് അവധിയെടുത്ത സ്ഥിരം ശാന്തിക്കാരന് പകരമായി അതുൽ കൃഷ്ണയാണ് പൂജയ്ക്കെത്തിയിരുന്നത്. ഈ സമയത്താണ് നിലവിളക്ക് മോഷ്ടിച്ചത്. ഇത് കോഴിക്കോട് പാളയത്തെ ജ്വല്ലറിയിൽ 1 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയതായും കണ്ടെത്തി. ദിവസങ്ങൾക്ക് മുൻപ് അകമ്പാടം പൊക്കോടുള്ള കിരാതമൂർത്തി ക്ഷേത്രത്തിൽ പൂജയ്ക്കെത്തിയപ്പോഴാണ് പ്രതിഷ്ഠയിലെ സ്വർണ്ണപ്പൊട്ട് മോഷ്ടിച്ചത്. ഇത് നിലമ്പൂരിലെ ജ്വല്ലറിയിൽ 16,000 രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്നു. ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊമ്പൻകല്ല് ക്ഷേത്രത്തിലെ മോഷണവും പ്രതി സമ്മതിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ. വീട് പൂട്ടി പുറത്തു പോകുമ്പോൾ സ്വർണം അവിടെ സൂക്ഷിക്കരുതെന്ന് പോലീസ് എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം കള്ളന്മാർ നാട്ടിൽ കറങ്ങി നടക്കുകയാണ്. ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ടാണ് കവർച്ച. കോഴിക്കോട് മുക്കത്ത് വീടിൻ്റെ വാതിൽ തകർത്താണ് വൻ മോഷണം നടന്നത്. 10 പവനോളം സ്വർണ്ണാഭരണങ്ങളും 2 ഡയമണ്ട് കമ്മലുകളും 30,000 രൂപയും മോഷണം പോയെന്നാണ് പരാതി. സംഭവത്തിൽ പന്തീരാങ്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുക്കം പൂവാട്ടുപറമ്പിന് സമീപം പെരുമൺപുറയിൽ വീടിന്റെ വാതിൽ തകർത്താണ് വൻ മോഷണം നടത്തിയത്. പെരുമൺപുറ ഇന്ദ്രപ്രസ്ഥം വീടിന്റെ മുകൾ നിലയിലാണ് മോഷണം നടന്നത്. ഇവിടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറായ ദിവ്യയും കുടുംബവുമാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ വീട് പൂട്ടി സ്വദേശമായ തൃശൂരിലേക്ക് പോയ സമയത്തായിരുന്നു കവർച്ച. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. വീട്ടിനുള്ളിലെ അലമാരയും മേശയും തകർത്ത് ഇവിടെ സൂക്ഷിച്ചിരുന്ന 10 പവനോളം സ്വർണ്ണാഭരണങ്ങളും 2 ഡയമണ്ട് കമ്മലുകളും 30,000-ഓളം രൂപയുമാണ് മോഷണം പോയത്. തുടർന്ന് പന്തീരാങ്കാവ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോസ് കാർഡും സ്ഥലത്തെത്തി. വീട്ടുടമയായ ഭാമിനി ടീച്ചർ വീടിന്റെ താഴെ നിലയിലാണ് താമസിക്കുന്നത്. മോഷണം നടക്കുന്ന സമയത്ത് ഇവരും വീട്ടിലില്ലായിരുന്നു. ഇവിടെ നിന്ന് മറ്റെന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ എന്ന വിവരം പോലീസിന്റെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ന്യൂസ് 18 മുക്കം. നിർമ്മാതാവ് മുരളി കുന്നമ്പുറത്തിന്റെ വിവാദ വീഡിയോ നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണോ? സുമതി വളവ് സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും സൈബർ പോലീസിൽ പരാതി നൽകിയതോടെ ഇനി എന്താകും നടപടി? മുരളിക്കെതിരെ സിനിമയിലെ അണിയറ പ്രവർത്തകർ മാനനഷ്ട കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മുരളി കുന്നമ്പുറത്തിനെയും അണിയറ പ്രവർത്തകരെയും നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിപ്പിച്ചെന്നാണ് വിവരം. സംഭവം ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. സുമതി വളവ് സിനിമയുടെ സംവിധായകൻ വിഷ്ണു ശശിശങ്കറും എഴുത്തുകാരൻ അഭിലാഷ് പിള്ളയുമാണ് സിനിമയുടെ നിർമ്മാതാവ് മുരളി കുന്നമ്പുറത്തിനെതിരെ കൊച്ചി സൈബർ പോലീസിന് പരാതി നൽകിയത്. ഇരുവരും വ്യാപകമായ സൈബർ ആക്രമണം നേരിടുകയാണെന്നും ഇതിന് കാരണമായത് മുരളി കുന്നമ്പുറം ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നുമാണ് പരാതി. ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉന്നയിച്ചാണ് ഇരുവരും പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മുരളിക്കെതിരെ മാനനഷ്ട കേസും നൽകിയിട്ടുണ്ട്. അതിനിടെ താൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നിൽ ഉണ്ണിമുകുന്ദനാണെന്ന വാദം നിർമ്മാതാവ് മുരളി തള്ളി. 100%. കാരണം ഉണ്ണിമുകുന്ദൻ ആ വീഡിയോ കൊണ്ടാണ് എന്നെ വിളിച്ചത്. ഉണ്ണിമുകുന്ദൻ ആ വീഡിയോ കൊണ്ടാണ് എന്നെ വിളിച്ചത്.
ചേട്ടാ വിഷമിക്കാതിരിക്കും, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അതേപോലെ ജയസൂര്യൻ വിളിച്ചു പറഞ്ഞു പോരിക്കണ്ട, നമുക്ക് കൂടിയുണ്ട്. ഇനി ജയസൂര്യൻ സിനിമ ഫീൽഡിൽ നിന്ന് ആരെങ്കിലും പൈസ നിങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ജയസൂര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതിരിക്കും. അതേപോലെ പ്രദേശ് 2 പ്രാവശ്യം ഇവിടെ വന്നു. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിഷയത്തിൽ ഇടപെട്ടു. സിനിമയുടെ സാമ്പത്തിക കണക്കുകളെല്ലാം അസോസിയേഷൻ നേരിട്ട് പരിശോധിക്കും. നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ മുരളി കുന്നുമറത്തിനോടും ആരോപണ വിധേയരായ അണിയറ പ്രവർത്തകരോടും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംവിധായകൻ കണക്കുകൾ ഫെഫ്കയ്ക്ക് മുന്നിൽ നൽകിയെന്ന് ബി ഉണ്ണികൃഷ്ണൻ. ഒരു സിനിമ ഓടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സംവിധാനം ചെയ്ത ഒരു നടനാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം കാര്യം. ഇന്ന് ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത്, കേൾക്കണേ നിങ്ങൾ, ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത് ഈ നടന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് എഡിറ്റ് ചെയ്ത് അവരൊരു വഴിയാവുന്നു എന്നാണ് പറയുന്നത്. സിനിമ അത് പരാതിയായിട്ട് വന്നിട്ടുണ്ട്. ഇല്ല വിപിൻ, പരാതിയായിട്ട് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരോടും എന്താ പറയുക, ഒരു കലഹത്തിന് പോകാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താണ്. സിനിമകളുടെ വരുമാനം സംബന്ധിച്ച കണക്കുകൾ കൃത്യമായി പുറത്തുവിട്ടിരുന്നപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന കാര്യവും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 കൊച്ചി. ഇതര സംസ്ഥാനക്കാരുൾപ്പെടുന്ന ലഹരി മാഫിയയുടെ ഒളിത്താവളമായി മൂവാറ്റുപുഴയും പരിസര പ്രദേശങ്ങളും മാറുകയാണ്. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ശേഷം പലരും കേരളത്തിലേക്കാണ് എത്തുന്നത്. പിന്നീട് ഇവിടെ ലഹരി വിൽപ്പനയാണ് പരിപാടി. മൂവാറ്റുപുഴയിൽ കഞ്ചാവും ഹെറോയിനുമായി എക്സൈസ് പിടികൂടിയ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഒളിവിൽ താമസിക്കുകയായിരുന്നു. അതിനിടെയാണ് ലഹരി കേസിൽ വീണ്ടും പിടിയിലാകുന്നത്. മൂവാറ്റുപുഴ പേഴക്കപ്പള്ളിയിൽ നിന്നാണ് കഞ്ചാവും ഹെറോയിനുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ മൂവാറ്റുപുഴ എക്സൈസ് പിടികൂടിയത്. പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ബീഹാർ സ്വദേശിയായ ബിദിൻ ദാസിൽ നിന്ന് 1.25 കിലോ കഞ്ചാവും അസാം സ്വദേശികളായ ഗജലുദ്ദീൻ, ഇജാജുൽ ഹക്ക് എന്നിവരിൽ നിന്ന് ഹെറോയിനും കണ്ടെടുത്തു. ബിദിൻ ദാസ് മുംബൈയിൽ നിന്ന് സമാനമായ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് കേരളത്തിൽ വീണ്ടും കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയത്. പായിപ്ര ജംഗ്ഷനിൽ നിന്ന് ഇയാളുടെ സഹോദരനൊപ്പം താമസിച്ചാണ് കഞ്ചാവ് വിൽപ്പന നടത്തിവന്നത്. എക്സൈസ് സംഘത്തെ കണ്ടയുടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബിദാൻ ദാസ് തൊട്ടടുത്തുള്ള പൊട്ടക്കിണറ്റിൽ വീണതോടെയാണ് പിടിയിലായത്. കാലിന് സാരമായി പരിക്കേറ്റ ഇയാളെ മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് കരയ്ക്കെത്തിച്ചത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എക്സൈസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ഹെറോയിൻ കേസിൽ അറസ്റ്റിലായ ഇജാജുൽ ഹക്ക് മുമ്പ് വലിയ അളവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് മൂവാറ്റുപുഴ എക്സൈസ് സംഘം തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ്. എക്സൈസ് നടത്തിയ നിരന്തര നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായതെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു. പായിപ്ര കവല ഭാഗത്തു നിന്ന് തന്നെ 1.3 ഗ്രാംസ് ഹെറോയിനുമായിട്ട് ഖജലുദ്ദീൻ കൂടാതെ ഇജാജുൽ ഹക്ക് എന്നീ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമം നടന്നു വരികയാണ്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടി ഈ മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങളുമായി വളരെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എല്ലാ വിവരങ്ങളും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയും കേസുകൾ കണ്ടെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം. പ്രിവന്റീവ് ഓഫീസർ മനോജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ് കുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ മാഹിൻ, ഷബീർ, ഉമ്മർ, വിക്രാന്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. ഒരു കാലത്ത് എത്ര മതസൗഹാർദ്ദത്തോടെ ജീവിച്ചവരാണല്ലേ നമ്മൾ മലയാളികൾ. എന്നാൽ ഇപ്പോൾ എല്ലാം മതത്തിൻ്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. ക്ഷേത്രത്തിൽ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പാട്ട് പാടിയാൽ പോലും പ്രശ്നമാണ്. അങ്ങനെയുള്ള സമയത്താണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഈദ് മുബാറക്ക് എന്നെഴുതിയ മിഠായി കവർ ലഭിച്ചത്. അതോടെ ആകെ പരിഭ്രാന്തി. പിന്നെ പോലീസും ദേവസ്വവും അന്വേഷണം നടത്തി.
കശ്മീർ സ്വദേശിയായ മാനസിക വിഭ്രാന്തിയുള്ള യുവാവാണ് സംഭവത്തിന് പിന്നിലെന്നാണ് വിവരം. എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് ഒരു കുട്ടിയുടെ കയ്യിൽ കണ്ട കവർ തമിഴ്നാട് സ്വദേശിനിയായ ഭക്തിയാണ് ക്ഷേത്രം കാവലിലുണ്ടായിരുന്ന പോലീസിനെ ഏൽപ്പിച്ചത്. തുടർന്ന് ക്ഷേത്ര പരിസരത്ത് ആരെങ്കിലും മിഠായി വിതരണം നടത്തിയോ എന്ന് ദേവസ്വവും പോലീസും അന്വേഷിച്ചു. ക്ഷേത്രമാകെ അരിച്ചുപെറുക്കി പരിശോധിച്ചു. ദേവസ്വവും പോലീസും CCTV ദൃശ്യങ്ങളുടെ പരിശോധന നടത്തിയെന്നും അസാധാരണമായി ഒന്നും കണ്ടെത്തിയില്ലെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു. ഇതേ ദിവസം തന്നെ ക്ഷേത്രം കിഴക്കേ നടയിലെ കംഫർട്ട് സ്റ്റേഷന് സമീപത്ത് ചുറ്റിത്തിരിഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുമെന്ന് സംശയിക്കുന്ന കശ്മീർ സ്വദേശിയായ യുവാവിനെ പരിസരത്തുണ്ടായിരുന്നവരുടെ പരാതിയെ തുടർന്ന് പോലീസ് പിടികൂടി. കശ്മീർ കരീദാർ സ്വദേശി താരിഖ് അൻവറിനെ ടെമ്പിൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. താരിഖ് അൻവറിനെ കാണാനില്ലെന്ന് പറഞ്ഞ് നൌഖം പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നു. ഈദ് മുബാറക് എന്ന് പുറം കവറിൽ എഴുതിയ മിഠായി വിതരണം ചെയ്തത് സുരക്ഷാ വീഴ്ചയെന്നാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ പോലീസും ദേവസ്വവും സത്യാവസ്ഥ പൊതുജനങ്ങളെ അറിയിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഗുരുവായൂർ. ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന്റെ മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നതിൽ വിവാദം. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP S. ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ താഴ്ന്നു പറന്നെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലയ്ക്കലും പമ്പയും ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സന്നിധാനവും അതീവ സുരക്ഷാ മേഖലയാണ്. മുമ്പൊരിക്കലും ഏതെങ്കിലും ഒരു സേന വ്യോമനിരീക്ഷണം ഇവിടങ്ങളിൽ നടത്തിയിട്ടില്ല. എന്നാൽ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ ശബരിമല ക്ഷേത്രത്തിന് തൊട്ട് മുകളിലൂടെ പറന്നതാണ് വിവാദമായിരിക്കുന്നത്. കൊടിമരത്തിനും സോപാനത്തിനും തൊട്ടടുത്തുകൂടിയായിരുന്നു ഹെലികോപ്റ്ററിന്റെ സഞ്ചാരം എന്നതും ആശങ്കയ്ക്ക് കാരണമായി. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ശബരിമലയുടെ ചിത്രങ്ങൾ പകർത്തിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഹെലികോപ്റ്റർ സഞ്ചരിച്ചതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നവർ ചിത്രീകരിച്ചു. സംഭവം വിവാദമായതോടെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ADGP S. ശ്രീജിത്തിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം ഏതെങ്കിലും നിരീക്ഷണത്തിന്റെ ഭാഗമായി ശബരിമലയ്ക്ക് മുകളിലൂടെ പറന്നതല്ല എന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നു. റഡാർ സംവിധാനത്തിലൂടെ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ അല്ലെന്നും GPS മുഖേനയാണെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ഹെലികോപ്റ്റർ സഞ്ചാരത്തെക്കുറിച്ച് പമ്പയിലെ പോലീസിനും അറിവുണ്ടായിരുന്നില്ല. സംഭവം വിവാദമായതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. സമൂഹ മാധ്യമങ്ങളും പബ്ലിക് പോസ്റ്റുകളും ഒന്ന് പരിശോധിച്ചാൽ അതിലെല്ലാത്തിനെയും വിമർശിക്കുന്ന ചില ആളുകളെ കാണാം. ഒരാൾ നല്ല കാര്യം ചെയ്താൽ പോലും അതിനെ അംഗീകരിക്കാൻ പൊതുവെ മലയാളികൾക്ക് അല്പം പ്രയാസമല്ലേ? ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമോ വിജയങ്ങളോ ഉണ്ടായാൽ മനസ്സ് തുറന്ന് അവരെ അഭിനന്ദിക്കുന്നവരാണോ നിങ്ങൾ? ഇല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതിക്കാരാണ്. അങ്ങനെയുള്ളവരുടെ മനസ്സ് പോലെ തന്നെയായിരിക്കും ജീവിതവും. ഒരിക്കലും ഉയർച്ചയോ വളർച്ചയോ ഉണ്ടാകില്ല. എന്നാലൊന്ന് മാറി ചിന്തിച്ചാലോ? സ്വയം ഒന്ന് അംഗീകരിച്ചു നോക്കിക്കേ. സ്വന്തം കഴിവുകളെ അഭിനന്ദിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഇങ്ങനെ പതിയെ പതിയെ നെഗറ്റീവ് ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിലെ നേട്ടങ്ങളെ വിലമതിക്കുകയും ദൈനംദിന ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്നവരാണ് നല്ല വ്യക്തിത്വമുള്ള മനുഷ്യർ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.